ഈ ചാനൽ കാണുന്ന നിങ്ങളെ ഏവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ലോകരാഷ്ട്രങ്ങളെ ന്യായം വിധിക്കുവാൻ ഒരുമിച്ച് കൂട്ടുന്ന സ്ഥലമാണ് ഹർമഗെദോൻ. വെളിപ്പാട് പുസ്തകം 16 അധ്യായം 14-16 വാക്യങ്ങൾ. കർമേൽ പർവ്വത നിരകളുടെ അടിവാരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. പലസ്തീൻ്റെ മധ്യഭാഗത്താണ് ഇതിൻ്റെ സ്ഥാനം. നസ്രത്തിൽ നിന്ന് ഏകദേശം 30 മൈൽ തെക്ക് കിഴക്കായി ഇത് സ്ഥിതി ചെയ്യുന്നു. ഈ സ്ഥലം ഇപ്പോൾ ഇസ്രായേലിൻ്റെ കൈവശമാണ്. പുരാതന കാലം മുതൽക്കേ ഇത് ഒരു യുദ്ധക്കളമാണ്. ബാലാക് ഖനാര്യരെ തോൽപ്പിച്ചതും ഗിദെയോൻ മിദ്യാന്യരെ തോൽപ്പിച്ചതും ഇവിടെ വച്ചാണ്. ഫിലിസ്തീനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൽ ശൗൽ രാജാവും പുത്രന്മാരും പരാജയപ്പെട്ടതും 1 ശമൂവേൽ 31:8 വാക്യം ഇവിടെ വെച്ചാണ്. താമസമില്ല, സർവശക്തനായ ദൈവത്തിന്റെ മഹാദിവസത്തിലെ യുദ്ധവും ഇവിടെ വെച്ച് നടക്കും. ഭാവിയിൽ 3 യുദ്ധങ്ങൾ നടക്കുമെന്ന് വേദപണ്ഡിതന്മാർ പറയുന്നു. മഹാപീഡനത്തിന്റെ മധ്യത്തിൽ ഹർമഗെദോൻ യുദ്ധം നടക്കും. ഇസ്രായേലിന് വിരോധമായി അന്ത്യക്രിസ്തുവിന്റെ നേതൃത്വത്തിലായിരിക്കും ഈ യുദ്ധം. 1000 ആണ്ട് വാഴ്ചയുടെ അവസാന ഘട്ടത്തിൽ സാത്താനെ അല്പകാലത്തേക്ക് അഴിച്ചുവിടും. അവൻ സകല ഭൂവാസികളെയും വശീകരിച്ച് യെരുശലേമിനെയും വിശുദ്ധന്മാരുടെയും പാളയത്തെയും വളയും. ദൈവം ആകാശത്ത് തീ ഇറക്കി അവരെ ദഹിപ്പിച്ച് കളയും. ഈ യുദ്ധത്തിന് ഗോഗ് മാഗോഗ് യുദ്ധം എന്ന് പറയുന്നു. വെളിപ്പാട് പുസ്തകം 20 അധ്യായം 8 വാക്യം. ഇത് ലോക ചരിത്രത്തിലെ അവസാന യുദ്ധമാണ്. ഹർമഗെദോൻ യുദ്ധത്തിന്റെ വിശദ വിവരണം ബൈബിളിൽ കാണുന്നില്ല. മഹാപീഡനത്തിന്റെ അന്ത്യഘട്ടത്തിൽ ന്യായവിധിയുടെ 7 ക്രോധകലശം 7 ദൂതന്മാർ ഭൂമിയിൽ ഒഴിക്കും. 6ാമത്തെ ദൂതൻ തന്റെ ക്രോധ കലശം യൂഫ്രട്ടീസ് എന്ന മഹാനദിയിൽ ഒഴിക്കും. അപ്പോൾ നദിയിലെ വെള്ളം വറ്റിപ്പോകും. ചെങ്കടലിലെയും യോർദാൻ നദിയിലെയും വെള്ളം വറ്റിച്ച് ഇസ്രായേലിന്റെ യാത്രയ്ക്ക് വഴിയൊരുക്കിയ ദൈവം യൂഫ്രട്ടീസ് നദി കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാരുടെയും അവരുടെ സൈന്യത്തിൻ്റെയും നാശത്തിനു വേണ്ടി വറ്റിക്കും. ഹർമഗെദോൻ യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിനായി കിഴക്ക് നിന്നുള്ള രാജാക്കന്മാർ യോജിച്ച് അവരുടെ സൈന്യവുമായി വരുന്നതായി യോഹന്നാൻ വെളിപ്പാടിൽ കാണുകയുണ്ടായി. വെളിപ്പാട് പുസ്തകം 16 അധ്യായം 12 വാക്യം. ഇന്ത്യ, ചൈന, ജപ്പാൻ എന്നീ രാജ്യങ്ങൾ കിഴക്കൻ രാജ്യങ്ങളുടെ ഗണത്തിൽപ്പെടുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ശത്രുതയിൽ കഴിഞ്ഞ രാജ്യങ്ങൾ തമ്മിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്നത് കാലത്തിന്റെ അന്ത്യഘട്ടത്തിൽ നാം എത്തിയിരിക്കുന്നു എന്ന് വെളിപ്പെടുത്തുന്നു. മഹോദ്രവത്തിന്റെ മധ്യഘട്ടത്തിൽ എതിർക്രിസ്തുവിന്റെ നേതൃത്വത്തിൽ യെരുശലേമിനെതിരെ അണിനിരക്കുന്ന സഖ്യകക്ഷികളുടെ മുമ്പിൽ ദുഃഖാതരായി, നിരാശരായി, നിസ്സഹായരായി അവർ ദൈവത്തിങ്കിലേക്ക് നോക്കും. സക്കറിയ പുസ്തകം 12 അധ്യായം 10 വാക്യം. അപ്പോൾ യഹൂദ ജാതിയുടെ സംരക്ഷകനായി ക്രിസ്തു വെള്ള കുതിരപ്പുറത്ത് പ്രത്യക്ഷപ്പെടും. കുതിരപ്പുറത്തിരിക്കുന്നവനോടും അവൻ്റെ സൈന്യത്തോടും യുദ്ധം ചെയ്യുവാൻ മൃഗവും അല്ലെങ്കിൽ എതിർക്രിസ്തു ഭൂരാജാക്കന്മാരും അവരുടെ സൈന്യവും ഒരുമിച്ച് അണിനിരക്കും. വെളിപ്പാട് പുസ്തകം 19 അധ്യായം 19 വാക്യം. അവർ സ്വന്തം ഇഷ്ടത്തിന് വരുന്നതല്ല, പിന്നെയോ പിശാചായ മഹാസർപ്പത്തിൻ്റെയും എതിർക്രിസ്തുവിൻ്റെയും കള്ളപ്രവാചകന്റെയും വായിൽ നിന്ന് പുറപ്പെടുന്ന തവളയെപ്പോലുള്ള 3 അശുദ്ധാത്മാക്കൾ അത്ഭുതം ചെയ്തുകൊണ്ട് അവരെ കൂട്ടിച്ചേർക്കും. വെളിപ്പാട് പുസ്തകം 16 അധ്യായം 13-14 വാക്യങ്ങൾ. ക്രിസ്തുവിന് വേണ്ടി സ്വർഗീയ സൈന്യവും എതിർക്രിസ്തുവിന് വേണ്ടി സഖ്യകക്ഷികളും അവരുടെ സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടും. മിസ്രൈമിൽ ഇസ്രായേൽ മക്കളുടെ നിലവിളി കേട്ട് വിടുവിച്ച ദൈവം ഇവരുടെ നിലവിളി കേട്ട് യുദ്ധായുധങ്ങൾ കൂടാതെ തന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാൾ കൊണ്ട് അവരെ നിഗ്രഹിക്കും. എതിർക്രിസ്തുവിനെ അനുകരിക്കുകയും സഹായിക്കുകയും ചെയ്തവരുടെ മാംസം തിന്ന് സകല പക്ഷികൾക്കും തൃപ്തി വരും. ഇങ്ങനെ ഹർമഗെദോൻ യുദ്ധം പര്യവസാനിക്കും. ഹർമഗെദോൻ യുദ്ധത്തിന്റെ ഉദ്ദേശം ഇസ്രായേലിനെ നിഗ്രഹിക്കുക എന്നത്രേ. ഹർമഗെദോൻ യുദ്ധത്തിന് സർവശക്തനായ ദൈവത്തിന്റെ മഹാദിവസത്തിലെ യുദ്ധം എന്ന് പറയുന്നു. വെളിപ്പാട് പുസ്തകം 16 അധ്യായം 14 വാക്യം. ദൈവനാമത്തെ ദുഷിക്കുകയും ഇസ്രായേലിനും ദൈവത്തിനും വിരോധമായി അണിനിരക്കുകയും ചെയ്യുന്ന ജാതീയ ലോകത്തെ ന്യായം വിധിക്കുന്ന ഈ മഹായുദ്ധത്തെക്കുറിച്ച് ഭാവി ലോകം സാക്ഷ്യം പറയും.
തുടർന്ന് യേശുക്രിസ്തു ഈ ലോകത്തിൽ തൻ്റെ മശിഹ രാജ്യം സ്ഥാപിച്ച് 1000 ആണ്ട് വാഴും. ഇതോടുകൂടി മഹാപീഡനകാലം അവസാനിച്ച് സഹസ്രാബ്ദയുഗം ആരംഭിക്കും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.